കരിപ്പൂർ വിമാനത്താവള വികസനത്തിന്റെ പേരിൽ പൊതുവഴി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ 20ഓളം കുടുംബങ്ങൾ. കൊണ്ടോട്ടി പാലക്കാപ്പറമ്പ് മേഖലയിലാണ് നിലവിലെ പൊതുവഴി അടച്ച് എയർപോർട്ട് അതോറിറ്റി മതിൽ കെട്ടുന്നത്. ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് പറഞ്ഞ ഉറപ്പുകളൊന്നും സംസ്ഥാന സർക്കാർ പാലിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. കരിപ്പൂർ വിമാനത്താവളത്തിന് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകി. എയർപോർട്ട് അതോറിറ്റി അത് മതിൽ കെട്ടിത്തിരിക്കുകയാണ്. ആ മതിലിന്റെ പണിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് പിലാത്തോട്ടം എന്നുള്ള ഭാഗമാണ്. ഇവിടെ ഈ മതിലിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ 20ഓളം വീടുകളിലേക്കുള്ള വഴി പൂർണ്ണമായിട്ടും അടയും. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമുള്ള ഒരു പ്രതിസന്ധി. നാട്ടുകാർ പല തവണയായി ഈ പ്രദേശവാസികൾ ഒക്കെ പരാതിയായിട്ട് പറയുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 2 വർഷങ്ങൾക്ക് മുൻപ് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ സുരക്ഷാ മേഖല ദീർഘിപ്പിക്കുന്നതിനായിട്ടാണ് സ്ഥലം ഏറ്റെടുത്തത്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ തന്നെ ഈ വഴിയിൽ വരാൻ പോകുന്ന പ്രതിസന്ധി പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് പരിഹരിക്കാമെന്നുള്ള ഉറപ്പാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. എയർപോർട്ട് അതോറിറ്റിയാകട്ടെ മതിൽ കെട്ടുന്ന ജോലികളുമായി മുന്നോട്ടു പോയി. പൂർണ്ണമായും ഏറ്റെടുത്ത് സ്ഥലത്ത് വലിയ മതിൽ കെട്ടിക്കഴിഞ്ഞാൽ നടക്കാൻ പോലുമുള്ള വഴിയില്ലാതെ 20ഓളം കുടുംബങ്ങളും ഒരു അംഗനവാടിയും തീർത്തും ഒറ്റപ്പെടും. ഇവിടെ പൂർണ്ണമായും മതിൽ കെട്ടാനുള്ള ശ്രമം നാട്ടുകാർ നേരത്തെ തടഞ്ഞിരുന്നു. കുറച്ചുകൂടി സ്ഥലം തൊട്ടടുത്തായി ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാം. എന്നാൽ അതുണ്ടായിട്ടില്ല. 40ഓളം കുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയാണ് പാലക്കാപ്പറമ്പിലേത്. പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക്, നാട്ടുകാർക്ക്, അംഗനവാടി പ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് വീട്ടുകാർക്ക് ഒക്കെ വഴിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ അന്ന് ഞങ്ങളെ വിളിച്ച് സംസാരിക്കാറ് ഹജ്ജ് വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അവർകളായിരുന്നു. മിനിസ്റ്റർ കൃത്യമായി അന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നത് 12.5 ഏക്കർ കഴിഞ്ഞ് റിസ അവസാനിക്കുന്നിടത്ത് 8 മീറ്ററിൽ റോഡ് കൊണ്ടുപോകുന്നതിന് വേണ്ടി അന്ന് കുറ്റിയടിക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലം കൂടി റോഡിന് വേണ്ടി ഏറ്റെടുക്കുക എന്ന് ഞങ്ങൾക്ക് അന്ന് വാക്ക് തന്ന. പക്ഷെ നാളെ ഇന്ന് വരെ അത് പാലിക്കപ്പെട്ടിട്ടില്ല. മുൻപ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും വഴിക്ക് പോംവഴി ഉണ്ടാക്കാമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തതാണ്. പിന്നീട് ഒന്നും ഉണ്ടായില്ല. KSEB പോസ്റ്റ് എയർപോർട്ട് അതോറിറ്റി ഏറ്റെടുത്ത സ്ഥലത്തിനുള്ളിലാണ്. ഇതെല്ലാം താൽക്കാലികമായി ഇങ്ങനെ പോകട്ടെ എന്നുള്ളതാണ് പലപ്പോഴും ഉദ്യോഗസ്ഥരിൽ നിന്ന് മറുപടിയായി ലഭിക്കുന്നത്. മുഴുവനായി കെട്ടിയടയ്ക്കാനാണ് തീരുമാനമെങ്കിൽ ഇപ്പോഴുള്ള സ്ഥലം കൂടി ഏറ്റെടുക്കണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം. നമ്മളെ റോഡ് നമ്മൾ വിളിച്ചൊക്കെ എയർപോർട്ടുകാരെ കയ്യിലാണ്. അത് നമുക്ക് കിട്ടിയെങ്കിലുള്ളൂ. പിന്നെയാണ് പറഞ്ഞാൽ ഓരോ പ്ലെയിനുകൾ ഇറങ്ങുമ്പോഴും പൊന്തുമ്പോഴും ഇത് വീടൊക്കെ ജെർക്കിങ്ങാണ്. ഒക്കെ തരിച്ചുകാണൊക്കെ പൊട്ടി കീറി വെള്ളം വരികയാണ് എല്ലാ റൂമിലും. കരിപ്പൂരിൽ വിമാനം തകർന്നു വീണ സ്ഥലമാണ് ആ കാണുന്നത്. അവിടെയാണ് അന്ന് വിമാനം തകർന്ന് താഴത്തേക്ക് പതിച്ചത്. അതിനോട് ചേർന്നുള്ള സ്ഥലമാണ് ഈ പിലാത്തോട്ടം പാലക്കാപ്പറമ്പ് മേഖല. അവിടെയാണ് ഇപ്പോൾ ഈ ജനങ്ങൾ പ്രതിസന്ധി നേരിടുന്നത്. സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ നിർമ്മാണത്തിന് NOC പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു സർക്കാർ നൽകിയ മറ്റൊരു ഉറപ്പ്. എന്നാൽ ഇപ്പോൾ നിർമ്മാണത്തിന് NOC നൽകുന്നില്ല. ഇങ്ങനെ അടിമുടി അവ്യക്തത ഈ മേഖലകളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വ്യാപക പരാതി. ഒരു വികസനം വരുമ്പോൾ അതിലെ പ്രധാന കാര്യമാണ് വഴി. ഇവിടെ വിമാനത്താവളം വികസിക്കുമ്പോൾ ഏകദേശം 20ഓളം കുടുംബങ്ങളുടെ വഴി അടയുകയാണ്. ചില താൽക്കാലികമായ വാക്കുകൾ മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകാനുള്ളത്. ഒരു ഉറപ്പ് എങ്ങു നിന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭീതി ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ആർഷക്കിനൊപ്പം വിപിൻ C വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. നിരവധി കുടുംബങ്ങൾ ആശങ്കയിലാണ്. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായാൽ നിരവധി കുടുംബങ്ങളാണ് അവിടെ ഒറ്റപ്പെട്ടു പോവുക. അധികൃതർ നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങളിപ്പോൾ ഭയങ്കര ദുരിതത്തിലാണ്. 4 സെന്റ് ഉള്ളതിൽ ഇപ്പോൾ 1.5 സെന്റ് എടുത്തപ്പോൾ 2.5 സെന്റില് നല്ല ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ മഴ ചെയ്താലും വെയിലൊക്കെ ആയാലും ഞങ്ങളെ വീടിൻ്റെ ഉള്ളിലാണ്. മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ഇവിടേക്കുള്ള റോഡും ആവുകയും ചെയ്യും. അതിൽ വീടെടുത്തിട്ട് എല്ലാം റോഡ് എടുത്താൽ ഇവിടെ ഉള്ളവർക്ക് റോഡ് ആവുകയും ചെയ്യും. എന്നാൽ ഞങ്ങളെ കഷ്ടപ്പാടും റോഡില്ല, വഴി ഇവിടെ അടഞ്ഞാൽ വഴിയില്ലാണ്ടാകും. ഞങ്ങൾ 10-14 വീട്ടും സ്ഥലം ബാക്കിയുള്ളവരും മാത്രമുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇനി ആകെ പ്രതിസന്ധിയിലാണ് ഞങ്ങളുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കുള്ള വഴിയാണിത്. വഴി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞങ്ങൾ തടഞ്ഞോടെ നിന്നാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ ഈ വഴി. അല്ലെങ്കിൽ ഇപ്പോൾ റോഡായി ഉണ്ടാവും, പോലെ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളന്ന് ഈ വീട്ടുകാരൊക്കെ തടഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ പിന്നെ ഇത് തന്നെ ഇതായത്. നേരത്തെ പിന്നെ റോഡ് ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഈ പുതിയ അക്വയർ ചെയ്തോട് കൂടിയിട്ട് അതൊക്കെ ഒഴിവായി. ഇപ്പോൾ തൽക്കാലം ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഈ 2 അടി വഴിയാണ്.
ഈ വാർത്തയോട് പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട്. വികസനം ആവശ്യമാണെന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയുള്ള വികസനം ശരിയല്ല. എങ്ങനെ അവർ സഞ്ചരിക്കുമെന്നുള്ള ചോദ്യം റീന സതീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഈ വാർത്തയുടെ ഭാഗമായി.